അതിരപ്പള്ളിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. പിള്ളപ്പാറയിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടം വ്യാപക കൃഷിനാശവും വരുത്തി. MS ലിഷോയ് വിവരങ്ങളുമായി ചേരുന്നു. ലിഷോയ്, ഗുഡ് മോർണിംഗ്. ഈ കൂട്ടത്തിൽ എത്ര ആനകൾ ഉണ്ടായിരുന്നു? എത്രത്തോളം കൃഷിനാശം ഉണ്ടാക്കിയിട്ടുണ്ട്? അതായത് ഈ മേഖലയിലൂടെ ആനകൾ എത്തുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ്. ഈ ഭാഗത്തൊക്കെ തന്നെ പൂർണ്ണമായും കൃഷി ചെയ്യാൻ കഴിയാത്തൊരു സ്ഥിതിയിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ഇന്നലെയും സമാനമായ രീതിക്ക് ഈ പിള്ളപ്പാറ മേഖലയിലൂടെ ആന ഈ ജനവാസ മേഖലയിലേക്ക് കടന്നിട്ടുണ്ട്. അതായത് ഈ പിള്ളപ്പാറ ഭാഗത്ത് ഏകദേശം 100 മീറ്ററോളം ഫെൻസിങ് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടെ 4 മാസത്തോളമായി ഈ ഭാഗത്തൂടെ സ്ഥിരമായി ആനകൾ കടക്കുന്നുണ്ട്. വൈകിട്ട് ഒരു 5 മണിക്ക് ആണ് ആനകൾ വൈകുന്നേരം ആ ജനവാസ മേഖലയിലേക്ക് കടക്കുന്നത്. പിന്നീട് രാത്രി മുഴുവൻ ഈ മേഖലയിലാകെ തന്നെ വലിയ തോതിൽ കൃഷിനാശം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കവുങ്ങും അതുപോലെ തന്നെ വാഴയും ഒക്കെ തന്നെ വ്യാപകമായി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ദിവസവും 3 മുതൽ 9 വരെ ആനകളാണ് ഈ വഴിയിലൂടെ എന്തായാലും അകത്തേക്ക് കയറി പോകുന്നത്. അതായത് ഈ ജനവാസ മേഖലയുടെ അകത്തേക്ക്. പിന്നീട് ഒരു കുറച്ച് സമയം കഴിയുമ്പോൾ അവ വീണ്ടും ഈ ചാലക്കുടി പുഴയിലേക്ക് ഇറങ്ങുകയും പിന്നീട് വീണ്ടും കാട് കയറി പോവുകയുമാണ് ചെയ്യുന്നത്. പക്ഷേ ഈ ഫെൻസിങ്ങിൻ്റെ അവിടെ ഈ പാതയോരത്തൊക്കെ തന്നെ ഏകദേശം 100 മീറ്ററോളം ഫെൻസിങ് ഇല്ലാത്തതാണ് ഈ ഒരു പ്രശ്നത്തിന് ഈ രൂക്ഷമാക്കാനായുള്ള കാരണമായി ഈ പ്രദേശവാസികൾ ചൂണ്ടിക്കാണിക്കുന്നത്. അത് പൂർണ്ണമായും പരിഹരിച്ചാൽ ഈ ആനകളുടെ ഈ കൃഷിയിടങ്ങളിലേക്കുള്ള വരവ് അത് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്.